ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പച്ചരി 6 മണിക്കൂർ കഴുകി വൃത്തിയാക്കി കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇത് നമുക്ക് വെള്ളത്തിൽ നിന്നൊന്ന് ഡ്രെയിൻ ചെയ്തിട്ടെടുക്കണം. എന്നിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1/2 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഞാനിതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് റവ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ മാവ് നല്ലപോലെ തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരുപാട് ലൂസായിട്ടുള്ള മാവാവരുത്, അതുപോലെ തന്നെ ഒരുപാട് തിക്കായി പോകാനും പറ്റില്ല. അപ്പോൾ രണ്ടിനും ഇടയിലുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ മാവ് റെഡിയാക്കി എടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിയെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ 1/2 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഉഴുന്നും കൂടി പൊട്ടി വരുമ്പോൾ നമുക്കൊരൽപ്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം കായപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മാവിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഒരു സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ മാവ് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു 20-25 മിനിറ്റോളം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. 25 മിനിറ്റ് കഴിഞ്ഞിട്ട് കുക്കായിട്ടില്ലെങ്കിൽ അല്പസമയം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് വെന്ത് വരുമ്പോഴേക്ക് നമുക്കിതിലേക്ക് ഒരു ചമ്മന്തി റെഡിയാക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പൊട്ടുകടല കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി 1/2 കപ്പ് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കടുകും കറിവേപ്പിലയും കൂടി താളിച്ചൊഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗ്രീൻ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു പലഹാരം കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മുളക് പൊടി ഒന്ന് വിതറി കൊടുക്കുകയാണ്. അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.